ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ തലവേദനയാണ്. സോ ആസ് ഓൾവേസ് സാറ്റർഡേ ആൻഡ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സോ ഇപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാനുള്ള പ്ലാനാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ പോയില്ല. രാവിലെ തന്നെ തലവേദനയാണ് ബിക്കോസ് ഐ ഗോട്ട് മൈ പീരിയഡ് ആഫ്റ്റർ ലൈക്ക് 2 months. മരുന്നിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ആയിരുന്നിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ല. ഇഫ് യു ഹാവ് സീൻ, ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ജബലലിയിലുള്ളത്. സോ അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് നോ, കുറേ കാലമായി ഞാൻ പള്ളിയിൽ പോയിട്ട്. ഞാൻ ലൈക്ക് കുറേ കാലമായി. അപ്പോൾ എന്തായാലും നോക്കട്ടെ. എനിക്ക് അത്ര വലിയ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ എനർജി ഒന്നുമില്ല. പക്ഷേ വി ഹാവ് ടു മാനേജ്. നാളെ വി ഹാവ് സംതിങ് ടു ഡു. സോ ഇന്നും വലിയ പ്ലാനൊന്നും ഇല്ല 2 ദിവസം, പക്ഷേ നാളെ വി ഹാവ് സംതിങ് ടു ഡു. ഐ വിൽ ലെറ്റ് യു നോ. ഇപ്പം എന്തായാലും ഞാൻ പോട്ടെ. ഇത് തന്നെയാണ് നല്ല അടിപൊളി ചൂടാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിയായിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ വന്ന പരിപാടി നടന്നില്ല, പക്ഷേ ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. സോ ഈ സമയത്തൊന്നും ബേസിക്കലി പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. മാതിരി ചൂട്. ഞങ്ങളിവിടെ വന്നത് ഇവിടുത്തെ കുർബാനയ്ക്കാണ്, പക്ഷേ ടൈമിങ് ബിക്കോസ് ഓഫ് എന്തോ ഇവൻറ്റ് മാറി. അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റില്ലിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു. സോ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാം. മുമ്പിലൊക്കെ ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആക്കിയ പോലെയാണ്. ഒരു ഫീലില്ല അതിനകത്ത്. ഒരു ഏരിയ ഫുള്ളൊരു ബാരലാണ്. കുറേ വില്ലാസൊക്കെ ഉണ്ട്, പക്ഷെ കൈൻഡ് ഓഫ് ഇവിടെ ഫുൾ. പക്ഷെ ആ സമയത്ത് നീ പറഞ്ഞൊരു ചൂട്. പക്ഷേ ആസ് ഓഫ് ന്യൂസ് ഇന്നലെ തൊട്ട് ഇവിടെ ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. ലൈക്ക് 50 ഡിഗ്രി സംതിങ്. അൺബെയറബിൾ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിയും കൂടുമെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി എ പ്രോബ്ലം. ബട്ട് സ്റ്റിൽ അപ്പോൾ ഇന്നലെ ഞാനത് കഴിഞ്ഞിട്ട് വേറൊന്നും എടുത്തില്ല. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ ലേസർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. യെസ്, ഫൈനലി ഐ എം ഡൂയിങ് ദാറ്റ്. വർഷങ്ങളായിട്ട് ഞാൻ പറയണ കാര്യമാണ്. പക്ഷേ ഇന്നെന്തായാലും ഫസ്റ്റ് സെഷൻ ആയിരിക്കണം പ്രോബബ്ലി. പക്ഷേ ഐ ആം എ ബിറ്റ് സ്കേർഡ്. കാരണം ഞാൻ ലാസ്റ്റ് ടൈം ലേസർ ചെയ്ത സമയത്ത് മുംബൈയിൽ വെച്ചിട്ട്, ഇഫ് യു ആർ OG വ്യൂവർ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് എനിക്ക് ഇവിടെ ഒന്നും അങ്ങനെ ഹെയർ ഉണ്ടായിരുന്നില്ല. ഞാനത് ചെയ്തിട്ട് ആ സമയത്ത് അവർ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയത്. ബിക്കോസ് ഞാൻ ആ ഫുൾ സെഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. 4 സെഷൻസ് എടുത്തിട്ട് ഞാൻ പിന്നെ മുംബൈയിൽ നിന്ന് മാറിയല്ലോ. സോ അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുൾ ബോഡി ചെയ്യാനുള്ളൊരു ഇതിലാണ്. എനിക്കറിയില്ല, ഇന്ന് പോയിട്ട് വേണം നോക്കാൻ. ബട്ട് സ്റ്റിൽ ഐ എം എ ബിറ്റ് സ്കേർഡ് ബിക്കോസ് ഐ ഡോണ്ട് നോ. നമുക്ക് ഈ PCOS ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളപ്പോൾ ഹെയർ ഗ്രോത്ത് ക്യാൻ വാരി. ആൻഡ് ഓൾസോ എൻ്റെ കേസിൽ ഐ എം ഓൾറെഡി എ വെരി ഹെയറി പേഴ്സൺ. അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സെക്കൻഡ്ലി, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഫുൾ ബോഡി അല്ലെങ്കിൽ വേറെ വി ആർ ഡൂയിങ് ദ ലേസർ, വി ഹാവ് ടു റിമൂവ് ദ ഹെയർ. അതർവൈസ് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു തോന്നുന്നു. സോ ഐ ഡിഡ് ദാറ്റ്. ആൾസോ ഐ എം ഓൺ മൈ പീരിയഡ്. സോ ഐ വിൽ. ബട്ട് ഇത്രയും കാലത്ത് വരാനുള്ള പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ആം ഗോയിങ് ഫോർ ദാറ്റ്. എനിക്കറിയില്ല ഇഫ് ദാറ്റ് ബിക്കംസ് ലൈക്ക് എന്താ പറയുക, നല്ല റിസൾട്ടായിട്ട് വരികയാണെങ്കിൽ ലെറ്റ് യു നോ വേറെ എവിടെയാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ഉള്ളത്. പെയിൻഫുൾ ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, പഴയത് പൊക്കാൻ തന്നില്ല. എന്ത് വാങ്ങി എന്നിട്ട് ഞാൻ സകല വിശേഷവും പറയാം. എനിക്കിപ്പോൾ വെയിലത്ത് നടക്കുമ്പോൾ ചെറുതായിട്ടൊരു കുത്തലുണ്ട് സ്കിന്നിൽ. വെയിലത്ത് തീരെ നടക്കരുത് പറഞ്ഞിട്ട്, വെയിലായതുകൊണ്ട് ഇത്തിരി ചെറിയൊരു കുത്തലുണ്ട് ബോഡിയിൽ, ലൈക്ക് സ്കിന്നിൽ. എൻ്റെ പൊന്നു ദൈവമേ, വേദന എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ചത്തില്ല എന്നല്ല ഞാൻ. ഇത്ര വരെ ചെയ്തുള്ളൂ. ബാക്കി ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ അതിഥീനോട് കുറച്ച് നേരം സംസാരിച്ചു. ആൻഡ് ഇപ്പോൾ ഞാൻ ലീഗലി ബ്ലോണ്ടിൻ്റെ
പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, എൽ എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് സെയിം സ്റ്റോറി. ലീഗലി ബ്ലോണ്ട് കണ്ടവർക്കേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത പക്ഷം ഇറ്റ്സ് ന്യൂ സീരീസ്. ലീഗലി ബ്ലോണ്ടിൻ്റെ എല്ലാ 3 മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ദിവസമായി തുടങ്ങിയിട്ട്. 3rd എപ്പിസോഡ് വരെ എത്തിയിട്ടില്ല ബൈ ദ വേ. എല്ലാ വീക്കെൻഡിലെ പോലെ ഈ വീക്കെൻഡും നടക്കാൻ പോകാൻ. ഇന്നലെ പോയില്ല. ഇന്നലെ എനിക്ക് എന്തോ ഒരു വലിയ പണിയുണ്ടായിരുന്നു, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ബൈ ദ വേ, എനിക്ക് എൻ്റെ വർക്കൗട്ടിൽ നിന്ന് വളരെ ചെറുതായിട്ടൊരു റിസൾട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നെനിക്കറിയില്ല. വിത്ത് കുറച്ചൊക്കെ ഒരു ഡെഫിനിഷൻ എവിടം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും മേജർ വർക്കൗട്ടൊന്നും അല്ലല്ലോ, ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണമല്ലേ. ജിമ്മൊന്നല്ലെങ്കിലും ഐ എം അറ്റ്ലീസ്റ്റ് ഹാപ്പി. ഇവിടെ ഇത്തിരി ഒരു ഇതാണ്, കാരണം അത് മറ്റേ PCOSൻ്റെ ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്തായാലും ഇന്ന് ലേസറിൻ്റെയും എല്ലാം കൊണ്ടും ഒരു ഇതുണ്ട്. പറഞ്ഞിട്ട് സുഖാണോ മോളെന്ന് വെച്ചാൽ മലയാളം അറിയാൻ കേട്ടോ. മലയാളം നീ ജസ്റ്റ് ഹായ് സുഖാണോ എവിടെ നാട്ടിലെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു. ഊട്ടി മലയാളം പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊടുക്കുവാ കേട്ടോ. നീ കുട്ടിയാണ് റെക്കോർഡ് ചെയ്യുന്നില്ല. അവളുടെ എക്സ്പ്രഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിന്റെ റെക്കോർഡ് ചെയ്തില്ല. എടാ താൻ ഇവിടെയോ കുമ്പിടിയാ. ഞാനിപ്പോ ഇവിടെയാണ് എന്റെ പുതിയ റൂമേ. ഇപ്പൊ കിട്ടിയതാ, ഇപ്പൊ കിട്ടിയതാ. അവളും പറയാറുണ്ട് നന്നപ്പോ നല്ലൊരു സ്ത്രീ ആയിരുന്നു. ഞങ്ങളുടെ നടക്കൽ പ്ലാൻ ഇപ്പൊ ക്യാൻസലായി. എൻ്റെ കോളേജിലെ ഫ്രണ്ട് വിളിച്ചിട്ടാണ്. സോ അവളുണ്ട് പഴയ എക്സ് റൂംമേറ്റ് ആയിരുന്നു ഫസ്റ്റ് ഇയർ. അപ്പോൾ ലൈക്ക് അവൾക്ക് അറിയില്ലായിരുന്നു ഞാൻ അവിടെ. അതുകൊണ്ട് ഞങ്ങൾ വാക്കിംഗ് സാധനം ക്യാൻസലായി. അപ്പം എന്തായാലും ഞങ്ങൾ കുളിച്ചു. ബിക്കോസ് ലേസർ എന്ന് ചെയ്തത് കൊണ്ട് ഐ കാൺട്ട് ലൈക്ക് യൂസ് ഷവർ ജെൽ ഓർ സംതിങ് മതി അതോ. അതുകൊണ്ട് ഐ കാൺട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട്, ഇപ്പോൾ കുറേ നാളൊന്നുമില്ല, 2 ദിവസം 3 ദിവസം ആയിട്ട് മിനോക്സിഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഫോർ ഹെയർ ഗ്രോത്ത്. നോട്ട് ബിക്കോസ് ഐ എം ഗെറ്റിംഗ് ഓൾഡ്, പക്ഷേ ഐ തിങ്ക് ഐ റിയലി നീഡ് ദിസ്. അതുകൊണ്ട് ഞാൻ ഉണ്ണു. ഇത് 5% മിനോക്സിഡിലാണ് കേട്ടോ. വർക്ക് ആവുകയാണെങ്കിൽ ഞാൻ പറയാം. ഓൾസോ ബൈ ദ വേ, ഞാൻ കുറേ നാൾ മുന്നേ ട്രൈ സ്ട്രോബെറീൻ്റെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോണ്ട് ഗെറ്റ് ഇറ്റ്. എനിക്കത് വർക്കായില്ല. ആൻഡ് ഓൾസോ ഞാൻ അത് റിട്ടേൺ ആക്കിയ സമയത്ത് എനിക്കത് റിട്ടേണുള്ള എമൗണ്ട് കിട്ടില്ല, ആകെ മൊത്തം ചകപ്പൊക്ക. സോ മൈ മണി ഓൾസോ ഗോൺ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എല്ലാ ദിവസവും രാത്രി ഇടും. ഓൾസോ ഇത് ഇടുകയാണെങ്കിൽ തന്നെ കൈ വാഷ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് സെഡ് ദാറ്റ് ഇത് സ്കിന്നിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലത്തെ എൻ്റെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ്, ഇതിനകത്ത് ചിയ സീഡ്സ്, സിനമൺ പൗഡർ, റേസിൻസ്, പിന്നെ ഡേറ്റ് സിറപ്പ്, ഷുഗർ ഫ്രീ. അതിനകത്ത് വെള്ളം നിറച്ച് വെക്കും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രോട്ടീൻ മിൽക്കാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പ്രോട്ടീൻ മിൽക്ക് ഞാൻ നോക്കിയിട്ടൊരു പോയിന്റും കാണുന്നില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് വൈസ് ആൻഡ് ഓൾസോ അത് ഇത്ര ദിവസം തന്നെ ലാസ്റ്റ് ചെയ്യുള്ളൂ. സോ ഞാൻ പ്രോട്ടീൻ പൗഡർ മേടിച്ചു. ആൻഡ് ഇതും രാവിലെ മിൽക്കും പ്രോട്ടീൻ പൗഡറും ഗ്രാനുലയും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ഒപ്പം കുറച്ച് ബ്ലൂബെറീസ് സെറ്റ്. കാരണം ഇതാകുമ്പോൾ കയ്പ് പരിപാടിയൊന്നുമില്ല, റിപ്പീറ്റബിൾ ആവില്ല. കാരണം ഞാൻ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചിങ്ങിനിടയ്ക്ക് മാറ്റും, ചില സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ആഡ് ചെയ്യും. അതുകൊണ്ട് ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഞാനിപ്പോൾ ഹെയർ ഇങ്ങനെ ആക്കി വെച്ചിട്ടില്ലേ. കുറച്ച് നേരം മുന്നേ എൻ്റെ ഹെയർ ആണില്ലേ, ഞാൻ അത് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി അത് കുറച്ചും കൂടി ഇങ്ങനെ ബൂമ്പ് നിൽക്കും. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ പ്രോപ്പറായിട്ട് ഹെയറൊക്കെ കെട്ടി വെച്ച് പോവും. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കും.
ബേസിക്കലി നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റി കാരണം സ്ട്രെയിറ്റൻ ചെയ്ത് നിൽക്കാത്തൊരവസ്ഥയല്ലേ, ഇപ്പം അതാണ് അവസ്ഥ. പക്ഷേ എനിക്ക് തോന്നുന്നു ടിൽ ലൈക്ക് ലാസ്റ്റ് വീക്ക് വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രം ലൈക്ക് ലാസ്റ്റ് വീക്ക് എൻഡ് ഇതിങ്ങനെയാണ്. എനിക്കറിയില്ല, ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും പുറത്ത് പോവാം, എൻ്റെ പീനട്ട് ബട്ടർ മേടിക്കണം, അപ്പോൾ അതിനുവേണ്ടി പോവാം. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി ദിസ് വിൽ ചേഞ്ച്. ലെറ്റ്സ് സീ. വലിയ കഷ്ടം വ്ളോഗ്സിൽ എന്താണെന്ന് വെച്ചാൽ തമ്മിൽ ഇടാൻ വേണ്ടിയിട്ടൊരു ഇമേജ് ഉണ്ടാവില്ല. ഞാനിങ്ങനെ വ്ളോഗ് എടുക്കണതിൻ്റെ ഇടയിൽ എൻ്റെ തോന്നിവാസ കോലങ്ങളിലായിരിക്കും എന്നെ മിക്കപ്പോഴും കാണാം. സോ ബേസിക്കലി അതിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ കാണാനൊരു രൂപം ഉണ്ടാക്കി എടുത്തിട്ട് വേണം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇങ്ങനെയല്ല, ഇതിലും കഷ്ടമായിട്ടാണല്ലോ ഇരിക്കാറ്. അത് ഒരു ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക്, അതുകൊണ്ട് ഇറ്റ്സ് എ ബിറ്റ് ട്രിക്കി. ഇന്ന് രാവിലെ ആ വിൻഡോ ഫുൾ വെള്ളമായിരുന്നു, ഫുൾ ഫോഗ് വന്നിട്ട്. അത് നീ നേരത്തെ എണീറ്റില്ലോ, അതോ ഞാൻ നേരത്തെ എണീറ്റിട്ട് വീണ്ടും കിടന്നാണോ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഡിന്നർ ഫോർ ദ ഡേ. എങ്ങനെ പുറത്തിറങ്ങിയാലും എനിക്കറിയാം ഞാൻ കുറേ പിച്ചത്തരം പറയുന്നുണ്ട് എൻ്റെ വ്ളോഗിലുകൾക്ക്. ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേന്ന് നിങ്ങൾക്കിടയ്ക്ക് തോന്നും, പക്ഷേ ദിസ് ഇസ് ദ റിയാലിറ്റി. ഇതെന്തിനാണ് ഞാൻ പറയണതെന്ന് അറിയാമോ? ചുമ്മാ കാര്യമല്ലേ. സി കണ്ടല്ലോ എൻ്റെ ഹെയർ. പിന്നെ ദിസ് ഈസ് സപ്പോസ് ടു ബി ക്ലാസ് 1 ടെൻഡർ കോക്കനട്ട്, യങ് കോക്കനട്ട്. എന്താണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാം. ഇത് തുറക്കാൻ അരമണിക്കൂർ. പൈസ കൊടുത്തത് എന്തിന്? ടേസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ചിക്കു. ബാഡല്ല, പക്ഷേ when I'm asking for coconut water, I need coconut water. Good though. എന്നാ വെച്ചാൽ ഈ മാസം ഞാൻ ഒന്നും വാങ്ങരുതെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവിടെ ക്ലിനിക്കിൽ പോയപ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് പിഗ്മെൻറ്റേഷൻ, യു നീഡ് ദിസ് ക്രീം എന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കിയപ്പോൾ കൊടുക്കത്തില്ല. സോ ഐ തോട്ട് ലൈക്ക് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ തീയതിൽ കേമൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ മേടിച്ചു. എന്താ എന്തിനു പറയാം, യുക്രൈൻ വാട്ട് അവൻ്റെ ഈവൻ പിഗ്മെൻറ്റ് പെർഫെക്റ്റോ. അവിടെ പോയപ്പോൾ ഇതൊരു 100 and something ദൂരമാണ് ഇപ്പോൾ. എന്നിട്ട് ഞാൻ എത്ര 80 something കൊടുത്തിട്ട് മേടിച്ചു. പിന്നെ ഞാൻ ഇത് മേടിച്ചു. ഇതെൻ്റെ തോന്നിയാസമാണ്, പക്ഷെ എന്നാലും ഇത് ഞാൻ നെയിൽ ചെയ്യാൻ മേടിച്ചതാണ്. ഇറ്റ്സ് ലൈക്ക് സ്റ്റിക്കേഴ്സ്. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ എൻ്റെ നെയിൽ പെയിൻ്റൊക്കെ മേടിക്കണം. അന്ന് ഞാൻ ഇപ്പോൾ മേടിച്ചില്ല. എല്ലാ മാസം ചെയ്യും, അടുത്ത മാസം ഷോപ്പ് ചെയ്യാം. ബേസിക്കലി ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു സത്യം, ഞാൻ മേജർ ഷോപ്പിംഗ് ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്യുന്നില്ല. ഞാൻ ഷോപ്പ് ചെയ്യും, അതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്യും. ഇതാണ് എൻ്റെ ഷോപ്പിംഗ്. പക്ഷേ ഷോപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ. എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇവിടെ 2000 രൂപയ്ക്കും ആൾക്കാർ താമസിക്കുന്നുണ്ട്, 1000 രൂപയ്ക്കും ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഞാൻ 2000 രൂപയ്ക്ക് താമസിക്കണം അല്ലേ. അപ്പം എന്തായാലും അങ്ങനെ ഇങ്ങോട്ട് കാണിച്ചിട്ട് ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ അത്രയും കാണിച്ചതല്ലേ. ഞാനിപ്പോൾ ഇന്നും രാത്രി ഗ്രനോള ഈ ഒരു കപ്പിനകത്ത്, മെഷർമെൻറ്റ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല കണക്ക്, പക്ഷെ എന്നാലും ആ ഒരു കണക്കിനാണ് ഞാൻ എടുക്കാറ്. ഇതിന് ഹാഫ് എടുക്കും, ഒരു 3/4 ഓഫ് ദിസ് കപ്പ്. ഓക്കെ, ഇതാകെ ഭയങ്കര ചെറിയ കപ്പ്, എൻ്റെ കയ്യിൽ അത്രേ ഉള്ളൂ. ഇതും പിന്നെ ഞാൻ കാണിച്ചതും പ്ലസ് മിൽക്കും, പിന്നെ ടാറ്റ സോൾഫുൾ ആണിട്ടത്. പിന്നെ മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും, കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. ഞാൻ പിന്നെ ആൽപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ എടുക്കാറുണ്ട്. ഇത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ പ്രോട്ടീൻ പൗഡർ. ഇത് പക്ഷേ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ, മറ്റേ പ്രോട്ടീൻ പൗഡർ അല്ല. ഐ മീൻ വേ പ്രോട്ടീൻ അല്ല, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. അപ്പം ഇത് അപ്ലൈഡ് ന്യൂട്രീഷൻ അങ്ങനെ ഒരു സാധനം തന്നെയാണ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അപ്പം ഇതിൻ്റെ 2 സ്കൂപ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ചെറിയ സ്പൂണിൻ്റെ 2 സ്പൂൺ, അതാണ് കണക്ക്. ഞാൻ അതിൻ്റെ കൂടെ ആൽമണ്ട് മിൽക്കും പിന്നെന്തായിരുന്നു അങ്ങനെ കുറേ സാധനം കിട്ടും നോക്കി, പക്ഷെ ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. സോ ബേസിക്കലി ഞാൻ അത്രയും മെഷർമെന്റ് വെച്ചിട്ട് പോയിന്റില്ല. സോ ഐ തോട്ട് പ്രോട്ടീൻ മിൽക്ക് പൗഡർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൻഡ് ഡെഫിനറ്റ്ലി വേ പ്രോട്ടീൻ എന്തുകൊണ്ട് എടുക്കാത്ത വെച്ചാൽ
ഒന്നും ഞാൻ ഭയങ്കര മേജർ വർക്കൗട്ട് ചെയ്യുന്നില്ല. പക്ഷെ വാട്ട് എവർ ആം ഡൂയിങ്, എനിക്ക് പീസേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വെച്ചു വേ പ്രോട്ടീൻ എടുത്താൽ വാട്ട് ഇഫ് എന്റെ സാധനങ്ങൾ കിട്ടി ട്രിഗർ, കാരണം അത് മറ്റേ മിൽക്കിന്റെ കണ്ടന്റ് ഉണ്ടാവല്ലോ അതുകൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ മിൽക്ക് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. പണ്ട് എനിക്ക് മിൽക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഏതൊക്കെയോ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷുഗർ ഫ്രീ ആണെന്നാണ് ഇവരുടെ ക്ലെയിം. പക്ഷെ എനിക്ക് കഴിക്കുമ്പോൾ അതിനൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ചില ദിവസം ഞാൻ പാലിന്റെ കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിക്കും. അപ്പൊ അങ്ങനെ. പിന്നെ പ്രോട്ടീന് ഞാൻ 2 മുട്ട, അതൊക്കെയാണ് എന്റെ കണക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നാളെ ഓഫീസിൽ പോകണം. എന്റെ മുടി ഞാൻ പറഞ്ഞ പോലെ വീണ്ടും കുറച്ച് ചെറപറ ആയിട്ടുണ്ട്. പക്ഷേ ഫൈൻ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വന്നിട്ട് 6 മാസം. ഈ 12-ാം തീയതിയോ അടുത്ത വ്ലോഗിൽ ഞാൻ ആയി എന്ന് പറയും. ഈ വ്ലോഗിൽ ആയിട്ടില്ല. അപ്പൊ എന്തായാലും അങ്ങനെ. സോ വാച്ച് യു ക്യാച്ചിങ് വാച്ച് യു വാട്ട് എവർ. എന്തായാലും അടുത്ത വ്ലോഗിൽ കാണാം. അപ്പൊ എന്തായാലും അത്രയൊക്കെയുള്ളൂ പറയാം. ശരി.